ഇങ്ങോട്ടോ ഇപ്പോ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ചേകനൂരിന്റെ 2ാം പതിപ്പ്. ചേകനൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്താ ചേകനൂര്? അവൻ പറഞ്ഞു ഞാൻ ശരിയായ ഖുർആനാ പറയുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പുസ്തകം എഴുതി, എന്റെ അടുത്തുണ്ട് പുസ്തകം. അതിന്റെ പേരെന്താണ്? നമസ്കാരം എപ്പോൾ എത്ര എങ്ങനെ. അതിന്റെ ചട്ടയമല്ല, അതിന്റെ പരസ്യമുണ്ട്. പരസ്യം എങ്ങനെയാണെന്നറിയോ? നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. അതിലെന്താ പറയുന്നത്? ദുഹൂർ നിസ്കരിച്ചാൽ നരകത്ത് കിടക്കും, മഗ്‌രിബ് നിസ്കരിച്ചാലും നരകത്ത് കിടക്കും, സുബഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടാണ് നല്ലത്. പിന്നെന്തായാലും പറഞ്ഞത്? പിന്നെ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ കാഫിറാവും, മുശ്രിക്കാവും. അതിന് ഖുർആനിലെ തെളിവുണ്ട്. എന്താ തെളിവ്? അതേ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാന്റെ കൂടെ ആരെയും വിളിക്കരുത് എന്ന് ഖുർആനിലുണ്ട്. അയ്യുഹൻ നബി എന്ന് വിളിച്ചാൽ നരകത്ത് കിടക്കും, ഖുർആനിലുണ്ട്. ഇന്നാലില്ലാ. സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയ ചേകനൂര് ഇങ്ങനെയുള്ള കുറെ വാദം വാദിച്ചു. ആ ചേകനൂരിന്റെ വാദങ്ങൾ പഴയ കാലത്ത് പഴച്ചുപോയ ചിലരുടെ വാദങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു, ഇമാം ബുഖാരി ജൂതനാണെന്ന് പറഞ്ഞു, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പഴച്ചുപോയി എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള പല വാദങ്ങളും പറയുന്ന ഒരു ചങ്ങാതിയുണ്ട്. ഇപ്പോ അവന് ഒരു ഖുർആൻ പൊരുൾ എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിലെ പ്രധാനപ്പെട്ട തങ്ങള് അതിനൊരു ആശംസ പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അത് തിരുത്തിയതിന് നമ്മൾ പ്രത്യേകം അഭിനന്ദനം പറയാണ്. പക്ഷെ എഴുതുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് എഴുതാവൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. സഹോദരന്മാരെ, ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഒരു ആശംസ തരണം. ഞാൻ പറഞ്ഞു, ഞാൻ പുസ്തകം വായിച്ചു നോക്കാതെ ഒന്നിനും ആശംസ കൊടുക്കലില്ല, പ്രകാശനം ചെയ്യേയില്ല, വായിച്ചു നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അതെന്റെ ഒരു പതിവാ. എന്നോട് പറഞ്ഞ് വേറെ പല ആലിമീങ്ങളും ആശംസ വരുന്നുണ്ട്, അവരെല്ലാം തരുക, എന്നെ കിട്ടൂല. ഞാൻ വായിച്ചു നോക്കാതെ ഒരാളെ പുസ്തകത്തിനും ആശംസ തരൂല. ഞാൻ വായിച്ചു നോക്കാതെ ഒരു പുസ്തകത്തിനും ഞാൻ പ്രകാശനം ചെയ്യൂല, വായിച്ചു നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അതേ CKP ചെറിയമുക്കൈ എന്നുണ്ട് ഒരു വലിയൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ INL-ന്റെ പ്രസിഡന്റായിരുന്നു. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു, വലിയ സ്ഥാനത്തുള്ള ആളായിരുന്നു. അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അദ്ദേഹത്തിന്റെ അനുജൻ ഒരാളുണ്ട്, ബാബുക്കൈ എന്ന് പറയും. അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തകനാണ്. ബാബുക്കൈ ഒരു പുസ്തകം എഴുതി കെയ്മാനെ സംബന്ധിച്ച്. എന്നോട് പറഞ്ഞ നിങ്ങൾ അതിനൊരു അവതാരിക എഴുതണം. അവന് വായിച്ചു നോക്കാണ്ട് എഴുതരൂല. അദ്ദേഹം കോപ്പി മകന്റെ അടുത്ത് കൊടുത്തയച്ചു, തീർത്തും വായിച്ചു നോക്കി. ചില തെറ്റുണ്ടായിരുന്നു, തിരുത്തി കൊടുത്തു. അതിനുശേഷം ഞാൻ അവതാരികം കൊടുത്തു. അങ്ങനെ അല്ലാതെ കൊടുക്കാറില്ല. അങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ പിഴച്ചു. ഇന്ന ആലിമിന്റെ അവതാരികണ്ട്, ഇന്ന് സയ്യിദിന്റെ അവതാരികണ്ട് എന്ന് പറയും. അതേ അങ്ങനെ ഞാൻ പറയുന്നത്, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റീന്. എന്നിട്ട് ഇങ്ങനെ ചുറ്റും കുറെ ആൾക്കാർ, വേറെ കുറെ ആൾക്കാരുണ്ട്, ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ചൂഷണമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ ഈ കൊടിമരം ചുറ്റുക, എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക, സഭാമറുവിന്റെ ഇടയിൽ നടന്ന പോലെ ഇവിടെ നടന്നാല്. അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ്, ഇന്ന തങ്ങന്മാരും മൂല്യന്മാരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം. ഏത് തങ്ങൾ എഴുതിയാലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ 40 നബിയുടെ സറഹിൽ പറഞ്ഞതാ. അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഈ പറഞ്ഞ ചങ്ങാതി ഉണ്ടല്ലോ, ഈ പൊരുളെഴുതിയ ചങ്ങാതി, ആ പൊരുളെഴുതിയ ചങ്ങാതി എന്താ വാദം എന്നറിയോ? ലൈലത്തുൽ ഖദ്ർ ഇല്ല ഒരു വാദ. അതിനെന്താ പറഞ്ഞെന്നറിയോ? അതേ തനസ്സലുൽ മലായികത്തു എന്നുണ്ട് ഖുർആനിൽ. അവിടെ തെനസ്സലു എന്നുള്ളത് സഹാബികളും ഇമാമിങ്ങളും ഒക്കെ കൂടിയിട്ട് ഖുർആനിൽ തെനസ്സലു എന്ന് ഹർക്കത്ത് മാറ്റിയതാ. തെനസ്സലാന്നാ അവിടെ വേണ്ടത്. അവന്റെ വാദ തെനസ്സലാന്നാ വേണ്ടി, അത് തെനസ്സലു നാക്കിയതാ. പിന്നെ ഒരു വാദം എന്താണെന്നറിയോ? പെണ്ണുങ്ങൾ ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്. വൗഹൈന ഇലാ ഉമ്മി മൂസ എന്ന് ഖുർആനിലുണ്ട്. വഹി അറിയിച്ചു എന്നല്ലേ പറഞ്ഞു മൂസാ നബിന്റെ ഉമ്മാക്ക്, അതുകൊണ്ട് റസൂലാണ്. എന്നാ പിന്നെ ഖുർആനിൽ വൗഹൈന ഇലൻ നഹ്ലി എന്ന് വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് വഹി അറിയിച്ചിട്ടുണ്ട്, തേനീച്ച റസൂലാ. അപ്പൊ ഇങ്ങനത്തെ വാദം ഉന്നയിച്ച ഒരു മൗലവിണ്ടിപ്പോ അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഇതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരാള് മൂപ്പര് സയ്യിദാണെന്ന് വിചാരിച്ച് നമ്മളൊന്നും പറയലില്ല. അവിടെ ഇവനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതായി ഞാൻ അറിഞ്ഞു. അങ്ങനത്തെ ഒരു പിഴച്ചുപോയ കക്ഷികളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന സ്ഥലത്തൊന്നും മുസ്ലിമീങ്ങൾ പോയി പ്രസംഗം കേൾക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുൻ നാർ. തെറ്റ് ചെയ്യുന്നവരിലേക്ക് ചായാൻ പാടില്ല, അപ്പോൾ നിങ്ങളെയും തീ നരകം സ്പർശിക്കും. തെറ്റ് ചെയ്യുന്നതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വല്ലവനും പുത്തൻ ആശയം കൊണ്ടുവന്നാൽ, ഔ അവ മുഹ്ദിസൻ, അല്ലെങ്കിൽ പുത്തൻ ആശയത്തെ ചേർത്ത് പിടിച്ചാൽ, അള്ളാന്റെ റസൂല പറയുന്നത് ബുഖാരിയിലെ ഹദീദ, എന്റെ വകയിലല്ല, ഫഅലൈഹി ലഅനത്തുല്ലാഹ്,
പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചവനും പുത്തനാശയക്കാരനായവനും ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, സർവമഹാന്മാരെ ലഅനത്തുമുണ്ട്. അതേ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, ഒരു ഫർളും സുന്നത്തും അത്തരക്കാരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവൂല, നോമ്പെടുത്തിട്ട് കാര്യം ഉണ്ടാവൂല, സദഖ ചെയ്തിട്ട് കാര്യം ഉണ്ടാവൂല. ഓ സുഹൃത്തുക്കളെ, ഒന്ന് ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. പുത്തൻവാദിയിൽ നിന്നും സ്വീകരിക്കൂല, പുത്തൻവാദിയെ ചേർത്ത് പിടിച്ചവരിൽ നിന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ പറയുന്ന ചേകനൂരാദികളെയോ അല്ലെങ്കിൽ പുത്തൻവാദികളെയോ അല്ലെങ്കിൽ അതാ ഔലിയാക്കൾ അമ്പിയാക്കളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നവരെയോ അവരെയൊന്നും ചേർത്ത് പിടിക്കാൻ പാടില്ല. ചേർത്ത് പിടിച്ചാൽ നമ്മളെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അള്ളാന്റെ റസൂലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവും പഠിപ്പിച്ച ആശയം അതാണ് ഇസ്ലാം. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അല്ലാഹു പറയാണ്, ഈമാനുള്ള ഒരു പുരുഷനും ഈമാനുള്ള ഒരു സ്ത്രീക്കും പറ്റുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ أن يكون لهم الخيرة من أمرهم, അവരെ വകയിൽ ഒരു ചോയ്സ് ഇല്ല. അവരെ വകയിൽ ഒരു ചോയ്സ് ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനെ തള്ളിയിട്ട് ഒരു ചോയ്സ് ഇല്ല. വമൻ യസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനും റസൂലിനും എതിര് ചെയ്താൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവർ പിഴച്ചുപോയി. അതേ മുബീന, വ്യക്തമായ പിഴവ് പിഴച്ചുപോയി. പിഴച്ചവരിൽ പെടാൻ പാടില്ല. നമ്മൾ സത്യത്തിൽ തന്നെ സത്യം മുറുകെ പിടിച്ച് ജീവിക്കണം. നബി കുടുംബത്തെ ബഹുമാനിക്കണം. അതുകൊണ്ട് തങ്ങന്മാരെ ബഹുമാനിക്കണം. തങ്ങളാണെന്ന നിലക്ക് ബഹുമാനിക്കണം. ചിലപ്പോൾ തങ്ങളെടുത്ത് കുറ്റം വന്നാലും തങ്ങളാണെന്ന ആദരവ് കൊടുക്കണം. അതേസമയത്ത് ഏതെങ്കിലും ഒരു തങ്ങൾ വിവരമില്ലാതെ ഏതെങ്കിലും വിവരക്കേട് പഠിപ്പിക്കുകയോ വിവരക്കേട് പറയുകയോ വിവരക്കേടിന് പ്രചോദനം നൽകുകയോ ചെയ്താൽ അത് മുസ്ലിമീക്ക് സ്വീകരിക്കാൻ പറ്റൂല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. നമുക്ക് വെള്ളം തന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ. നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ. ഒരു മുസ്ലിയാരെയും മൗലവിനെയും സ്വീകരിച്ചുകൂടാ. നമുക്ക് കിഡ്നി തന്നവൻ, നമുക്ക് ഹാർട്ട് തന്നവൻ, നമുക്ക് ബ്രെയിൻ തന്നവൻ, നമുക്ക് കരള് തന്നവൻ, നമുക്ക് മാംസവും മജ്ജയും തന്നവൻ, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മളെ കണ്ണും കാലും കാതും മൂക്കും തന്നവൻ, എല്ലും പല്ലും തോലും തന്നവൻ, അതേ വെള്ളവും ഭക്ഷണവും തന്നവൻ, ഓരോ സെക്കൻഡിലും ഓക്സിജൻ തന്നവൻ, ഖാലിഖു കുല്ലി ശൈ, എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബ്. ആ റബ്ബ് കൽപ്പിച്ചതിനെതിരെയോ അവൻ പഠിപ്പിച്ചതിനെതിരെയോ അവൻ പറഞ്ഞേച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരെയോ ഒരു മുസ്ലിയാര് പറഞ്ഞാലും സ്വീകരിച്ചുകൂടാ. ഒരു തങ്ങള് പറഞ്ഞാലും സ്വീകരിച്ചുകൂടാ. ഒരു മൗലവി പറഞ്ഞാലും സ്വീകരിച്ചുകൂടാ. അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണേ. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ വിവരമുള്ളവരെ അനുസരിക്കണേ. ഖുർആൻ, അതുകൊണ്ട് ഖുർആനും പഠിക്കാത്ത, ഹദീസ് പഠിക്കാത്ത, അക്ഷരം വായിക്കാൻ അറിയാത്ത, അതുപോലെ ദീനിന്റെ ആശയം പഠിച്ചിട്ടില്ലാത്ത, എന്താണ് അശരീ തരീഖത്തെന്നോ എന്താ മാതുരിദി തരീഖത്തെന്നോ എന്താണ് 4 മദ്ഹബുകളെന്നോ അത് എവിടെ നിന്ന് വന്നതാണെന്നോ സഹാബത്ത് പഠിപ്പിച്ചത് എന്താണെന്നോ ഒന്നും അറിയാതെ സുബ്ഹാനല്ലാഹ് അതാ തലേക്കെട്ട്, വലിയ തലേക്കെട്ടോ വലിയ കുപ്പായമോ അതൊന്നും കണ്ടിട്ടാരും പെട്ടുപോകാൻ പാടില്ല.